കുറെ കാലമായിട്ട് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് LDFിലെ ചില ഘടകകക്ഷികള് മുന്നണി വിടുമോ. അതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സംശയം അതായത് ജോസ് കെ മാണിയെ കുറിച്ചായിരുന്നു. കേരള കോൺഗ്രസ് 2021 UDFിൽ നിന്ന് LDFിലേക്ക് വന്നത്. പക്ഷെ വിചാരിച്ച തരത്തില് ജോസ് കെ മാണിക്ക് ഒരു വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പുറത്ത് നിൽക്കുന്നവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ജോസ് കെ മാണിക്ക് ഒരു മന്ത്രിയായി വരാൻ കഴിഞ്ഞില്ല. പാലയിൽ തോറ്റ് തുന്നം പാടി. അപ്പോൾ റോഷി അഗസ്റ്റിനാണ് മന്ത്രിയായത്. ഈ കരിങ്ങോഴക്കൽ തറവാട് KM മാണിയുടെ വീട്, ആ തറവാട്ടിലേക്ക് ഒരു കൊടി വെച്ച കാറ് വന്നിട്ട് എത്ര കാലമായെന്നറിയാം. കേരള കോൺഗ്രസിൽ നിന്ന് റോഷി അഗസ്റ്റിൻ മന്ത്രിയാണെങ്കിലും ആ കൊടിവെച്ച കാറ് അതുവഴി പോകുമ്പോൾ പോലും അങ്ങോട്ടേക്കൊന്ന് കയറുന്നില്ല. അപ്പൊ ആ ഒരു വിഷമമൊക്കെ ജോസ് കെ മാണിക്കുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ടാണ് പലരും കരുതിയത് ജോസ് കെ മാണി അതൃപ്തനാണ്, LDF വിട്ട് UDFിലേക്ക് വരും, പിന്നെ അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരവും നിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ജോസ് കെ മാണി എന്തായാലും മുന്നണി വിടും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ ബിഷപ്പുമാർ തന്നെ പറയുന്നുണ്ട് മുന്നണി വിടുക എന്നുള്ളത്. എപ്പോഴും ഈ പള്ളിക്കാരും പട്ടക്കാരും ഒക്കെ പറയുന്ന അനുസരിച്ചാണ് കേരള കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. കേരള കോൺഗ്രസിന്റെ നല്ലൊരു പങ്ക് ക്രൈസ്തവരാണ്, മറ്റു മതസ്ഥരും ഇല്ലെന്നല്ല. ഇപ്പൊ ബാലകൃഷ്ണമുള്ള കേരള കോൺഗ്രസ്സുകാരനായിരുന്നില്ലേ, അങ്ങനെ. പക്ഷെ കൂടുതൽ പങ്കും ക്രൈസ്തവരാണെന്നേ ഉള്ളൂ. അതുകൊണ്ട് ജോസ് കെ മാണി ഇപ്പോൾ ഈ കത്തോലിക്ക സഭയുടെ ബിഷപ്പുമാരോട് തന്നെ പറയുന്നത് LDF തന്നെ വീണ്ടും അധികാരത്തിൽ വരും എന്നാണ്. UDFന് വേണ്ടത്ര പ്രതീക്ഷയില്ല, UDF തന്നെ ശിഥിലമായി കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തില് ഈ LDFിൽ തന്നെ തുടരാം എന്നാണ് ജോസ് കെ മാണി തീർച്ചപ്പെടുത്തുന്നത്. അതാണ് ബിഷപ്പുമാരോടും ധരിപ്പിച്ചിരിക്കുന്നത്. ഈ അതിശക്തമായ രീതിയിൽ പിണറായി വിജയനും LDF സർക്കാരിനും തിരിച്ചടി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തിരിച്ചടി സംഭവിക്കുന്ന വേളയിലാണ് ജോസ് കെ മാണി ഇത്തരത്തിലുള്ള പ്രതീക്ഷയും വെച്ച് പുലർത്തുന്നത്. ജോസ് കെ മാണിക്ക് മനസ്സിലാകുന്നുണ്ട്, കാരണം BJPയും കേരളത്തിൽ ഇടം പിടിക്കുകയാണ്. ആ ഇടം പിടിക്കുന്ന സാഹചര്യത്തില് UDFിനായിരിക്കും നഷ്ടം സംഭവിക്കുക കൂടുതലും. അതിനിടയിലൂടെ ആയിരിക്കും LDF അധികാരത്തിൽ വരുന്നത്. അല്ലാതെ LDFിനോട് കൂറുണ്ടായിട്ടോ പ്രേമമുണ്ടായിട്ടോ ഒന്നുമല്ല. ഈ UDFിൻ്റെതായിട്ടുള്ള വോട്ടും സീറ്റുമായിരിക്കും BJP കവർന്നെടുക്കുക. അപ്പോൾ അതിനിടയിലൂടെയാണ് CPM വീണ്ടും വരുന്നത്. അതുകൊണ്ട് ജോസ് കെ മാണി തീർച്ചപ്പെടുത്തുന്നത് വീണ്ടും പാലയിൽ തന്നെ മത്സരിക്കാനായിട്ട്. ഇടയ്ക്ക് പാലയിൽ മത്സരിക്കണോ? ഇപ്പൊ LDF വിട്ട് UDFിൽ വന്നാല് മുസ്ലിം ലീഗ് പറഞ്ഞാണ് ഞങ്ങൾ തിരുവമ്പാടി മണ്ഡലം തരാമെന്ന്. കാരണം ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വന്നാലും പാലയിൽ നിന്ന് മാണി സി കാപ്പൻ മാറിക്കൊടുക്കത്തില്ല. മാണി സി കാപ്പൻ കഴിഞ്ഞ തവണ വിജയിച്ചതാണ്. അപ്പൊ ഇനിയിപ്പോ UDF അധികാരത്തിൽ വരികയാണ്, മാണി സി കാപ്പനും ജയിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ കാപ്പൻ മന്ത്രിയാണ്. അപ്പൊ കാപ്പൻ എന്തായാലും മാറിക്കൊടുക്കത്തില്ല. അതിന് ഇടയ്ക്ക് ജോസ് കെ മാണി ഈ കടുത്തുരുത്തി പോയി നോക്കി. ഇനി ജോസ് കെ മാണി UDFിലേക്ക് വന്നാൽ പോലും കടുത്തുരുത്തിയും കൊടുക്കത്തില്ല. അത് മോൻസ് ജോസഫ് സ്വന്തമാക്കിയിരിക്കുകയാണ്, ജോസഫ് ഗ്രൂപ്പിന്റെ. അല്ലാതെ LDFിൽ നിന്നുകൊണ്ട് തന്നെ കടുത്തുരുത്തിയിൽ മത്സരിച്ചാൽ എന്ത് എന്നുള്ള തരത്തിൽ സർവേയും നടത്തി. അവിടെ വലിയ യുവജന റാലിയൊക്കെ നടത്തി നോക്കി. പക്ഷെ വേണ്ട തരത്തിൽ അത് ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് ജോസ് കെ മാണി വിഭാഗം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് ഇനി പാലയിൽ തന്നെ മത്സരിച്ചാൽ മതി എന്നുള്ളത്. നമുക്കറിയാം 2021 പിണറായി വിജയൻ കൊടുത്ത പണിയാണ് ജോസ് കെ മാണിക്ക് അവിടെ തോപ്പിച്ചത്. കാരണം ഈ ജോസ് കെ മാണി ജയിച്ചു വന്നു കഴിഞ്ഞാലുണ്ടല്ലോ വലിയ ബാർഗെയിനിങ് നടത്തും, നന്നായി ബാർഗെയിനിങ് നടത്തും. UDFിലും അത് ഉണ്ടായിരുന്നു.
അപ്പൊ ആ കാരണം ഈ ജോസ് കെ മാണി വിഭാഗം LDF-ൽ വന്നതിന് ചില നേട്ടങ്ങളും ഉണ്ടായി. LDF-ന് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. സെൻട്രൽ ട്രാവൻകൂറിലൊക്കെ നന്നായിട്ട് സീറ്റ് പിടിക്കാനും വോട്ട് നേടാനും ഒക്കെ സാധിച്ചിട്ടില്ലേ? വടക്കോട്ട് പലയിടങ്ങളിലും മലയോര മേഖലകളിലൊക്കെ തന്നെ കർഷകരുടെ പാർട്ടിയല്ലേ. അപ്പോൾ അവിടെയൊക്കെ വോട്ട് നേടാൻ സഹായിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ജോസ് കെ മാണി ബാർഗെയിനിങ് നടത്തും. ചിലപ്പോൾ ധനകാര്യം വരെ ആവശ്യപ്പെട്ടെന്ന് വരും. തന്റെ അച്ഛൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് തന്നെ തനിക്കും വേണമെന്ന് ആവശ്യപ്പെട്ടാലോ? അതുകൊണ്ട് പിണറായി വിജയൻ കൊടുത്ത പണിയാണ് പാലയിൽ തോപ്പിച്ചു കൊണ്ടുപോയി ഇരുത്തിയതെന്നുള്ളത്. പാർലമെന്റ് സീറ്റ് കൊടുത്തു രാജ്യസഭയിലേക്ക്, അത് വേറെ കാര്യം. ഇപ്പോൾ ജോസ് കെ മാണി പാലയിൽ തന്നെ മത്സരിക്കാനായിട്ട് പിണറായിയുടെ അനുജ്ഞയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അനുമതി കൊടുത്തിരിക്കുകയാണ് മത്സരിച്ചോളാൻ. ഘടകകക്ഷിയാണ്, നോക്കണേ. എന്നാലും ഈ കാരണഭൂതന്റെ കനിവുണ്ടാകണം, അവിടെ നിൽക്കണോ വേണ്ടയോ എന്നുള്ളത്. ഈ ജോസ് കെ മാണി കുടുംബത്തിന് പൊതുവെ അവർക്ക് പാല വിട്ടു പോകാൻ പറ്റത്തില്ല. പാല എന്ന് പറയുന്നത് അവരുടെ വീടാണ്. KM മാണി തന്നെ പറഞ്ഞിട്ടില്ലേ, പാല എന്നുള്ളത് എൻ്റെ രണ്ടാമത്തെ ഭാര്യയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജോസ് കെ മാണിക്കും അത് തന്നെ. ജോസ് കെ മാണി ആണെങ്കിൽ ഈ അവിടെ നിന്നിട്ട് KM മാണിക്ക് ശേഷം അവിടെ നിന്നതിന് ശേഷമുള്ള പരാജയമാണ് ഇതുണ്ടായത്. അപ്പോൾ ഇനിയെങ്കിലും അവിടെ നിന്ന് ജയിക്കണമെന്നുണ്ട്. കരിങ്ങോഴക്കൽ തറവാട്ടിലെ ഒരു വിജയാഹ്ലാദം നടത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ് ജോസ് കെ മാണി. പക്ഷേ ഈ മാണി സി കാപ്പന് മണ്ഡലത്തിൽ ഇപ്പോൾ വേണ്ടത്ര ജനപിന്തുണ ഇല്ല എന്നൊരു പിന്നാമ്പുറ വർത്തമാനവും നിൽക്കുന്നുണ്ട്. അത് ജോസ് കെ മാണിക്ക് എത്രത്തോളം അനുകൂലമാകും എന്നുള്ളത് അറിയത്തില്ല. അവിടെ BJP അല്പം സ്പേസ് പിടിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഷോൺ ജോർജ് പറഞ്ഞതാണ് ഞാൻ പാലയിൽ മത്സരിക്കാമെന്ന്. പറയാൻ പറ്റത്തില്ല, വോട്ട് നന്നായിട്ട് മറിക്കുകയെ. ഈ ഷോൺ ജോർജിനെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാനാണ് BJP ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പാലയിലേക്ക് വേണ്ടി ഇപ്പൊ അങ്ങനെ വിട്ടുകൊടുക്കത്തില്ല. അപ്പോൾ കാപ്പന്റെ ജനപിന്തുണ കുറയുന്നു എന്ന് ചിലർ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ജനപിന്തുണ കുറയുന്നത് ജോസ് കെ മാണിക്ക് അനുകൂലമായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരള കോൺഗ്രസ് കൂടുതൽ വോട്ട് നേടാൻ കഴിയും. ആ വോട്ട് നേടാൻ കഴിയുന്നതോടുകൂടി തനിക്ക് വിജയം ഉണ്ടാകും. LDF മൂന്നാം വട്ടം അധികാരത്തിൽ വരുമ്പോൾ തനിക്കും മന്ത്രിയാകാം. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കേരള കോൺഗ്രസിന് പിന്നെ ഒരു മന്ത്രിസ്ഥാനം കൂടെ കൊടുക്കും. LDF വഴങ്ങും കേട്ടോ ഇനിയിപ്പം. കാരണം മൂന്നാം വട്ടം വന്നാല് ഇനി അത് വരികയാണെങ്കിൽ വലിയ ഭൂരിപക്ഷമൊന്നും ഉണ്ടാകത്തില്ല. തൂങ്ങിപ്പിടിച്ചൊക്കെ നിൽക്കേണ്ടി വരും. അപ്പോൾ ജോസ് കെ മാണി മനസ്സിലാക്കുന്ന അതാണ്, അവിടെ നിന്നാൽ ബാർഗെയിനിങ് നടക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ വലിച്ചൂരിക്കൊണ്ട് ഇറങ്ങി പോന്നാ പോരെ, മന്ത്രിസഭ താഴെ വീഴും. അതുകൊണ്ട് പല വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകും. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത് ഒന്നുകൂടി അധികാരത്തിൽ വന്ന് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഒന്ന് വിഡ്ഢികളാക്കി കാണിക്കണം എന്ന് വലിയ മോഹമുണ്ട്. അയ്യപ്പന്റെ അനുഗ്രഹവും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ വരികയാണ്, അമ്പലക്കൊള്ളക്കാരായ ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അറുമാദിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. ഇത് ജോസ് കെ മാണി മനസ്സിലാകുന്നുണ്ട്. ജോസ് കെ മാണിക്ക് അറിയാം, അധികാരത്തിൽ വന്നാൽ വലിയ ഭൂരിപക്ഷം ഉണ്ടാകത്തില്ല, പിടിച്ചു നിൽക്കാൻ തക്കവണ്ണമേ ഉണ്ടാകത്തുള്ളൂ. ജോസ് കെ മാണിക്കുള്ള സീറ്റ്, കൊടുക്കുന്ന സീറ്റ് വിജയിപ്പിച്ചെത്തിയാൽ നേട്ടമുണ്ടാകും. ഭരണവിരുദ്ധ വികാരം ജോസ് കെ മാണിക്കും തിരികെ എത്ര കൊട്ട് കിട്ടുമെന്ന് നോക്കണം. ജോസ് കെ മാണിയുടെ വിജയം ഉറപ്പാണോ എന്നുള്ളതും ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ജോസ് കെ മാണി വലിയ പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയാണ്. അങ്ങനെ വീണ്ടും പാലയിൽ തന്നെ മത്സരിക്കാമെന്നുള്ള കണക്ക് കൂട്ടലിലുമാണ് നിൽക്കുന്നത്. അതോ വീണ്ടും പാലയിൽ തോൽക്കാനായിട്ട് കച്ച കെട്ടുകയാണോ എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണാം.